മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ അർജുനുണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖം ബ്രോ, അങ്ങനെ പോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. ബ്രോ നിങ്ങളുടെ ഹിസ്റ്ററി തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പി എസ് ജി ശരിക്കും പറഞ്ഞ ഈ സീസണിൽ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അറ്റാക്കിംഗ് വൈസും എനർജി വൈസും ഒക്കെ കിടിലം പെർഫോമൻസുകളാണ് കാണുന്നത്. എന്താണ് ബ്രോ ഒരു എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻ കളി ജയിക്കാൻ തന്നെയാണ് എക്സ്പെക്ടേഷൻ. ശരിക്കും റയൽ മാഡ്രിഡിനെ പാസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. കാരണം റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ വരുന്ന ഒരു പ്രത്യേക DNA ഉള്ള ടീമാണ്, കാര്യങ്ങളാണ്, അതൊക്കെയാണ്. പക്ഷെ അവരെ ക്രോസ് ചെയ്ത് തന്നെ ഒരു വലിയ, എന്താ പറയാ, ഇപ്പൊ ഉള്ള ആർസണലിലെ പ്ലേയേഴ്സിന്റെ ജനറേഷനിൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് ഡെഫിനറ്റ്ലി, റൈറ്റ്? അല്ലെങ്കിൽ പറയട്ടെ, ഞാൻ ആർസണൽ ഫുട്ബോൾ ക്ലബിനെ ഫോളോ ചെയ്ത കാലം മുതൽ എനിക്ക് തോന്നി ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വൺ ഓഫ് ദ മേ ബി ടോപ്പ് 3 മാച്ചസ് എന്ന് വേണമെങ്കിൽ പറയാം റയൽ മാഡ്രിഡ് കളിച്ചത്. അതും കളിച്ച സ്റ്റൈലാണ് ഭയങ്കര ഇംപ്രസീവ്, റൈറ്റ്? അവരുടെ ഹോമിലും ഞങ്ങളുടെ ഹോമിലൊക്കെ കളിച്ച അടിപൊളി ഡിസ്പ്ലേ ആയിരുന്നു. അപ്പൊ ഇപ്പൊ PSG എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ഗ്രേവി. നമ്മൾ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടല്ലോ എമിറേറ്റ്സിൽ. അപ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് ആ ലെഗ് കഴിഞ്ഞു പോയത്, അല്ലെ? ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ജയിച്ചു പോയത്. പക്ഷെ ഇപ്പൊ അവരൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടീമാണ്. പുതിയ ടാക്ടിക്സ് വന്നു, പുതിയ ഒരുപാട് പ്ലേയേഴ്സ് വന്നു, വെൽ ബാലൻസ്ഡ് ടീം, റൈറ്റ്? അപ്പോ ഞാൻ PSG ഒട്ടും പ്രതീക്ഷയില്ല. കാരണം അവർ സ്റ്റാർട്ട് ചെയ്ത 10 സെക്കൻഡിൽ തന്നെ അവർ ഫ്രണ്ട് ഫുട്ട് തന്നെ കളിക്കാൻ തുടങ്ങിയത്. പിന്നെ അവർക്ക് ആ 5-ാമത്തെ മിനിറ്റിൽ മറ്റേ വന്ന ഗോള്, ഡെംബലിന്റെ ഫസ്റ്റ് ഷോട്ടിനൊക്കെ ഓൺ ടാർഗറ്റ് വരിക എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ എന്താ പറയാ. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു? അപ്പൊ എക്സ്പെക്ടേഷൻ ബ്രോ കളി ജയിക്കണം തന്നെയാണ്, റൈറ്റ്? ഫൈനൽസിലേക്ക് പോകണം. കാരണം ജയിക്കോ ഇല്ലോ എന്നുള്ളതല്ല, ഇൻ ദ സെൻസ് ഫൈനൽസ് ജയിക്കോ ഇല്ലെന്നുള്ളതല്ല, ആ ഒരു എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? അപ്പൊ അതൊക്കെ കൊണ്ട്. പക്ഷേ PSG ഇപ്പൊ അവരുടെ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഭയങ്കര ഹോസ്റ്റൈൽ ആയ സ്റ്റേഡിയം ഒക്കെ ആണ്. അവർ എമിറേറ്റ്സിൽ വന്നേരം തന്നെ ആകെ അത്രയുള്ള ആൾക്കാരെ കൊണ്ട് അവരുണ്ടാക്കിയ സൗണ്ട് ഭയങ്കര ഗംഭീരായിരുന്നു, റൈറ്റ്? അപ്പോ എന്താ, അപ്പൊ ഫ്രാൻസിൽ പോയിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി, പാരീസിൽ പോയിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹോമില് ഭയങ്കര ടഫായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ കളികളൊക്കെയാണ്, എന്താ പറയാ, ഓരോരോ ഓരോരോ പുതിയ പ്ലേയേഴ്സിനെ വാർത്തെടുക്കുന്നത്, റൈറ്റ്? സോ നോക്കാം. ശരിയാണ് ബ്രോ. അപ്പൊ ഇന്നലത്തെ മാച്ചിൽ ശരിക്കും ബാഴ്സ ഇതേപോലെ തന്നെയായിരുന്നു. കിഡിലായിട്ട് കളിച്ചു. പക്ഷെ അവസാനം അവിടെയാണ് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അവർക്ക് ജയിക്കാന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അവർ പിടിച്ചു നിന്നു. പൊസിഷൻ ഉണ്ടായിരുന്നില്ല, ബോൾ കൺട്രോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ കൃത്യമായിട്ട് ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു. അവർ അവസാനം കിട്ടിയ ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്ത് ഫൈനലിലെത്തി. അത് തന്നെയാണ് കറക്റ്റ്, വേണ്ടത്. അല്ലാതെ ഇപ്പോ കറക്റ്റ്. ഡോമിനേറ്റ് ചെയ്ത് കളിച്ചോണ്ടോ അല്ലെങ്കിൽ ഇനീഷ്യലി ഗോൾ അടിച്ചോണ്ടോ ഒന്നുമല്ല കാര്യം. അവസാന നിമിഷം വരെ ഏത് ടീമാണ് ആ മെന്റാലിറ്റിയോടെ പിടിച്ചു നിൽക്കുന്നത്, കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ്. നിങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു സാക്ക, ഡെക്ലൻ റൈസ്, ഈ 2 പ്ലെയറിലാണ് ഇന്നത്തെ, എനിക്ക് തോന്നുന്നു അവരൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഇന്നത്തെ ചിലപ്പോൾ കളി ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. കാരണം സാക്ക വന്നതിന് ശേഷം അത് ചെറിയ ചെറിയ സ്പാർക്ക് കാണുന്നുണ്ട്. ഡെക്ലൻ റൈസിന് ഒരു, എന്താ പറയുന്നത്, പുള്ളിയുടെ ഇമ്പാക്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ഏത് മാച്ചിലായാലും ഒരു 100% പിച്ച് കൊടുക്കുന്നുണ്ട്. പുള്ളി സ്കോർ ചെയ്ത ഗോളുകളും പലപ്പോഴും ആർസണൽ കൊടുത്തിട്ടുള്ള എനർജിയും ഒക്കെ വേറെ വേറെ ലെവലാണ്. എന്താണ് ബ്രോ ഈ പ്ലേയേഴ്സിന് എക്സ്പെക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ബ്രോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ മെഡ്രിഡുമായിട്ട് കളി ജയിക്കാൻ കാരണം എന്താ അറിയോ? ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് അല്ല കളിച്ചത്, ഇറങ്ങി അത്ര പേര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു. അതാണ് ജയിക്കാനുള്ള അവരുടെ പ്രധാന കാരണം. എസ്പെഷ്യലി പിന്നെ നമ്മളുടെ മാർക്യൂ പ്ലെയർ ഡിഫൻസിലുള്ള ഗബ്രിയൽ ഇല്ല, റൈറ്റ്? എനിക്ക് തോന്നുന്നു, എന്റെ ഈ സീസണിൽ എന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആർസണൽ പ്ലെയർ ഒരു പക്ഷേ ഗബ്രിയൽ ആയിരിക്കും, ഗബ്രിയൽ മെഗാലസ്, റൈറ്റ്? പുള്ളിക്കാരൻ ഇഞ്ചുറി ആയി പോയി. പക്ഷെ എന്നിട്ടും അവർ യൂണിറ്റ് ആയിട്ട് കളിച്ചു. കിവിയോറിനെ വേണ്ടുന്ന സമയത്ത് കവർ ചെയ്തു. പാർട്ടി നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കിവിയോറിനെ. എന്റെ അഭിപ്രായത്തിൽ ആർസണലിന്റെ ഫസ്റ്റ് ലെഗിൽ തോൽവി വരാനുണ്ടായ പ്രധാന കാരണം മിഡ്ഫീൽഡിൽ തോമസ് പാർട്ടേ ഇല്ല എന്നുള്ളതാണ്, റൈറ്റ്? അതാണ് എന്റെ ഒരു അനാലിസിസ്. കാരണം ചാമ്പ്യൻസ് ലീഗിലും അല്ല ഈ കഴിഞ്ഞ സീസണിലും തോമസ് പാർട്ടേ വാസ് അവൈലബിൾ. 95% പാർട്ടേ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് ഞങ്ങൾക്ക് ഒരുപാട് കളി, ഒരുപാട് ഡ്രോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, ബട്ട് സ്റ്റിൽ പാർട്ടി മിഡ്ഫീൽഡിൽ ഒരുപാട് നല്ല കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. PSG അതാ സംഭവിച്ചത്. കാരണം ഒരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, റൈറ്റ്? ആ ട്രാൻസിഷൻ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾക്ക് അതിന് പറ്റിയ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. ഡെക്ലൻ റൈസ് ആയിരുന്നു CDM കളിച്ചത്. ബട്ട് ഡെക്ലൻ റൈസ് ആർസണലില് അല്ലെ കോച്ച് പ്രിഫർ ചെയ്യുന്ന പൊസിഷൻ നമ്പർ 8 ആണ്, റൈറ്റ്? പുള്ളിക്കാരൻ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട്, സോറി, പ്രോഗ്രസീവ് ആയിട്ട് കളിക്കണം എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ഒരു പുതിയ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്? അപ്പൊ PSG വന്നേരം ഡെക്ലൻ റൈസിന് എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം കിട്ടില്ല. കാരണം പിടുത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ കൺട്രോൾ കൊണ്ടുവരണോ, അല്ലെ ഞാൻ കയറി പോകണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നുന്നത് തോമസ് പാർട്ടിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കീ ആയിരിക്കും, റൈറ്റ്? പിന്നെ ഒബ്വിയസ്ലി അത് ഡെക്ലൻ റൈസിനെയും സാക്കേനെയും പോലത്തെ പ്ലേയേഴ്സിനെ അൺലോക്ക് ചെയ്യാനും സഹായിക്കും, റൈറ്റ്?
പക്ഷേ സാക്ക കഴിഞ്ഞ കളിയിൽ എന്താ സംഭവിച്ചത്, പുള്ളിക്കാരൻ ഹി വാസ് ക്രിയേറ്റിംഗ് ഹിസ് ഓൺ ചാൻസസ്, റൈറ്റ്? ആ പുള്ളിക്കാരന് കാര്യമായ സപ്ലൈ വന്നില്ല, റൈറ്റ്? ഒഡേഗാർഡിന്റെ കരിയറിൽ ഞാൻ പറയാം ഏറ്റവും വേർസ്റ്റ് കളികളിൽ ഒന്നായിരുന്നു പ്രോബ്ലി PSG കളി, റൈറ്റ്? PSG മാത്രമല്ല, ഇതിനു മുമ്പേ പ്രീമിയർ ലീഗിൽ ബോൺമൗത്തിനോട് ഓക്കെ ഓക്കെ, ബട്ട് സ്റ്റിൽ ഭയങ്കര വേഴ്സ്റ്റ് ഒരു 2 ആഴ്ചയായിരുന്നു മാർട്ടിൻ ഒഡേഗാർഡിന്റെ, റൈറ്റ്? അപ്പൊ എനിക്ക് തോന്നുന്നത് പിന്നെ സാക്കയ്ക്ക് ബോളിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ 3-4 പ്ലെയർ വന്ന് കവർ ചെയ്യാണ്. പിന്നെ ഒബ്വിയസ്ലി ഒരു ഹ്യൂമൻ ബീങ്ങിന് ആയിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 3-4 പ്ലേയേഴ്സിനൊക്കെ ഡ്രിബിൾ ചെയ്ത് പോകുന്ന പറഞ്ഞാൽ ക്വൈറ്റ് ഇമ്പോസിബിൾ, റൈറ്റ്? അപ്പൊ അതിനുള്ള ഒരു പ്ലാനാണ് ആർസണൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ബുക്കായ സാക്ക ഇല്ലാന്ന്, വാട്ട് ഇസ് ആർ പ്ലാൻ ബി, റൈറ്റ്? എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? മാർട്ടിനെല്ലി ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഉന്മേഷത്തോടെ പെട്ടെന്ന് പുള്ളിക്കാരൻ റിയലൈസ് ചെയ്തു, ഓക്കെ ഐ ആം എ ബ്രസീലിയൻ, റൈറ്റ്? സോ എനിക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. സോ പുള്ളിക്കാരൻ ഇനി അതായിരിക്കും ഒരു പ്ലാൻ ബി വേണം. അല്ലാണ്ട് ഈ കളി എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ അലയൻസ് അറീനെ പോയ പോലെ ബയൺ എന്താണോ ചെയ്തത് അതുപോലെ മിണ്ടാണ്ടിരിക്കേണ്ടി വരും, റൈറ്റ്? അപ്പൊ ഒരു പ്ലാൻ ബി എന്തായാലും തീർച്ചയായിട്ടും വേണം. പക്ഷെ പാർട്ടയിലാണ് എന്റെ ഒരു, അതായത് പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളി ഡിസ്ട്രിബ്യൂഷൻ ഉള്ള പ്ലെയർ ആണ്, റൈറ്റ്? സോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. സോ മറ്റൊരു ക്വസ്റ്റ്യൻ കവർഷീലിനെ പറ്റിയിട്ടാണ്. പുള്ളി ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്കെതിരെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു എനർജിയോടെ കളിക്കുന്നുണ്ടായിരുന്നു. പുള്ളീനെ പിടിച്ച് കിടുന്നില്ല, എസ്പെഷ്യലി ആ ടേണും അകത്തേക്ക് കയറി വരുന്നതൊക്കെ ഡിഫൻസിന് ഒരു ചെറിയ പ്രശ്നം തന്നെയായിരുന്നു. ഡംബലിയും ഒരു പരിധിവരെ പുള്ളി കൊടുത്തിട്ടുള്ള പാസൊക്കെ വന്നിട്ടുള്ള ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ് ഒരു അറ്റാക്ക് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന റൂൾ എന്ന് പറയുന്നത് ഇനീഷ്യലി കൺസീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ അവർക്ക് ഗോൾ അടിക്കാതിരിക്കുക. നിങ്ങൾ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടർഫുൾ. പക്ഷേ ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം പ്രഷർ എന്ന് പറയുന്നത് ഒരു അന്യായ പ്രഷർ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം എവേ മാച്ചാണ്, അവരെ ഹോം ഗ്രൗണ്ട് ആണ്, ഇപ്പോൾ ട്രെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. അപ്പോൾ മാക്സിമം ചെയ്യേണ്ട ആ ഡിഫൻസിലെ ആൾക്കാർ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസിഷൻ മാക്സിമം ബ്ലോക്ക് ചെയ്യുക, അവർക്ക് സ്പേസ് കൊടുക്കാതെ മാക്സിമം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ സലീബയുടെ പെർഫോമൻസ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണല്ലേ ഇത്. തീർച്ചയായിട്ടും ബ്രോ. ഇപ്പോ എന്റെ ഇപ്പൊ ഞാൻ കാണുന്നത്, എന്റെ അപ്രോച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സരത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഫ്രണ്ട് ഫുട്ട് തന്നെ കളി തുടങ്ങുക, റൈറ്റ്? ഇപ്പോ ആദ്യം തന്നെ ഒരു 5-6 മിനിറ്റിൽ 2-3 ഷോട്ടൊക്കെ എടുക്കുക. കാരണം ഇതിപ്പോ നമ്മളിപ്പോ തോറ്റിട്ടാണ് ഈ കളിയിലേക്ക് പോകുന്നത്, റൈറ്റ്? ഇനിയിപ്പോ ഒരു ഗോൾ അവർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ട് കളിക്കാം. ബട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഇറ്റ്സ് ദ റൈറ്റ് അപ്രോച്ച്. കാരണം അവർ ഗെയിമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. കാരണം അവര് നല്ലോണം ഓർഗനൈസ് ചെയ്ത് കളിക്കുന്നുണ്ട്, റൈറ്റ്? ആർസണൽ എങ്ങനെയായിരുന്നു ഇപ്പൊ ഉള്ള ജനറേഷൻ ബിൽഡ് ചെയ്തത്, അതുപോലെയാണ് അവരുടെയും ബിൽഡിംഗ് ബ്ലോക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ട്രാൻസിഷൻ ഇപ്പൊ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ബോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അവര് എല്ലാവരും പെട്ടെന്ന് ഓടി ബാക്കോട്ട് വരുന്നുണ്ട്, ബോൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മാൻ ടു മാൻ മാർക്കിംഗ് ഉണ്ട്, പക്ഷെ സോണൽ മാർക്കിംഗിൽ അവർ പോകുന്നുണ്ട് അറ്റ് ടൈംസ്, റൈറ്റ്? സാക്കേനെ പോലത്തെ പ്ലെയർ പ്രോഗ്രസ് ചെയ്താൽ അവർ പെട്ടെന്ന് സോണൽ ഡിഫൻസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവർ ആർസണൽ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഫുട്ട് തന്നെ കളിച്ചു തുടങ്ങുക. ഗോൾ കൺസിഡറിംഗ് ഫെയർ, റൈറ്റ്? ഇപ്പൊ ഇന്റർ മിലാൻ ബാഴ്സലോണ കളിയിൽ എന്താ സംഭവിച്ചത്? ഗോൾ അടിയോടടി അതന്നെ സംഭവിച്ചത്. അതന്നെ പ്രോബ്ലി മേ ബി അതായിരിക്കാം. പക്ഷെ അവർക്ക് ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോറേഴ്സ് ഉണ്ട്, നമ്മളെ അടുത്ത് ആ ഔട്ട്പുട്ട് ഇല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് ഫുട്ട് തന്നെ കളിക്കുക, എന്നിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ട് കാണുക, റൈറ്റ്? ആ ഒരു അപ്രോച്ചിലായിരിക്കണം കളിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണോ, നമ്മൾ DNA ഇപ്പൊ എങ്ങനെയാണോ ആ രീതിയിൽ കളിക്കുക. കൺസർവേറ്റീവ് ആയി കളിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അവരൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ വെറുതെയായിട്ടും കാര്യമില്ല. പിന്നെ എത്ര 5ാമത്തെ ക്ലിയറിൽ പോയിട്ടും കാര്യമില്ല. കാരണം 2 ഗോൾസ് ഒക്കെ അവേ അതേപോലത്തെ ഒരു സ്റ്റേഡിയത്തിൽ തിരിച്ചു വരിക പറഞ്ഞാൽ വെരി ഹാർഡ്, റൈറ്റ്? അപ്പോ അങ്ങനെ ആയിരിക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം സില്ലി മിസ്റ്റേക്സ് കമ്മിയാക്കുക. അതായത് ഡിഫൻസിലും മിഡ്ഫീൽഡിലൊന്നും സ്ലോപ്പി ബോൾസ് ഒന്നും വരാതെ, അഥവാ സപ്പോസ് ഒരു ബോൾ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബി ക്വിക്ക് ഓൺ ദ ബോൾ, ഓഫ് ദ ബോളും നന്നായിട്ട് കളിക്കേണ്ട തന്നെ വരും. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി, ഇപ്പോ എല്ലാ പ്ലേയേഴ്സും ഒരു 150% കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും റിസൾട്ട് ഇതിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ബ്രോ ജോയിൻ ചെയ്തത്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി മാച്ചാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അധികം ചോദിക്കുന്നില്ല, നമുക്ക് ഏതായാലും മാച്ചിന് ശേഷം ഒന്നുകൂടെ കാണാം. താങ്ക് യു സോ മച്ച് അഗൈൻ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ബ്രോ. താങ്ക് യു. Yeah, take care. നമുക്ക് ഒരു റെമോണ്ടാണ് പ്രതീക്ഷിക്കാം. വരട്ടെ, നടക്കട്ടെ. എന്താ പറയുക, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോ നോർത്ത് ലണ്ടൻ ടീംസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ചെൽസി കോൺഫറൻസ് ലീഗിൽ ഫൈനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ യൂറോപ്യൻ ലീഗിലുണ്ട്, നിങ്ങൾ UCL ഉണ്ട്. എനിക്ക് തോന്നുന്നു ദിസ് മേ ബി അവർ സീസൺ, വി ഡോണ്ട് നോ. ഞാൻ പറയുവാണ്, റൈറ്റ്? നോർത്ത് ലണ്ടന്റെ ടൈം ആയിരിക്കാം ഈ സീസൺ. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ബ്രോ. Sure. Take care. Bye.